ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 10 വ്യാഴാഴ്ച. കർഷക സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ടുവെച്ച 5 നിർദ്ദേശങ്ങൾ തള്ളി സമരസമിതി. വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് കർഷകരുടെ നിലപാട്. സിംഘുവിൽ ചേർന്ന കർഷക സമിതി യോഗത്തിലാണ് കേന്ദ്രം മുന്നോട്ടുവെച്ച 5 നിർദ്ദേശങ്ങൾ സമരസമിതി ചർച്ചയ്ക്ക് ശേഷം തള്ളിയത്. കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച് ഡിസംബർ 12 ഡൽഹി ജയ്പൂർ, ഡൽഹി ആഗ്ര ദേശീയപാതകൾ ഉപരോധിക്കുമെന്നും ഡിസംബർ 14 ദേശീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കർഷക സമരസമിതി നേതാക്കൾ. കാർഷിക നിയമങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ റിലയൻസിന്റെ മാളുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, പെട്രോൾ പമ്പുകൾ, ജിയോ മൊബൈൽ തുടങ്ങിയവ ബഹിഷ്കരിക്കുമെന്ന് കർഷക സംഘടനകൾ ആവർത്തിച്ചു. അദാനി, അംബാനി ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കും. BJP ഓഫീസുകൾ ഉപരോധിക്കുമെന്നും കർഷക സമരസമിതി നേതാക്കൾ. പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് കർഷകർ സമരം തുടരുന്നതിനിടെ വിഷയത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ കണ്ട് പ്രതിപക്ഷ നേതാക്കൾ നിവേദനം സമർപ്പിച്ചു. കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന കാര്യം രാഷ്ട്രപതിയെ ധരിപ്പിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 1 മണിക്ക് ഭൂമിപൂജ നടത്തി തറക്കല്ലിടും. 64,500 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടം 971 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത്. കോവിഡ് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി തേടിക്കൊണ്ടുള്ള ഭാരത് ബയോടെക്കിന്റെയും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും അപേക്ഷകൾ തള്ളിയെന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1ാം ഘട്ടത്തിൽ ദൃശ്യമായതുപോലുള്ള UDF തരംഗം ഇന്ന് നടക്കുന്ന 2ാം ഘട്ടത്തിലും ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കടത്തിലും അഴിമതിയിലും തട്ടിപ്പിലും മുങ്ങിക്കുളിച്ച സർക്കാരിനെതിരായ ജനവികാരം സംസ്ഥാനത്തുടനീളം ശക്തമാണെന്നും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലൊരിക്കലും ഇത്രയും ഹീനമായ ഒരു സർക്കാർ കേരളത്തിലുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 52,655 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 4,875 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 35 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,507 ആയി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 94 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,230 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 508 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 43 ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,647 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇതോടെ 59,923 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: എറണാകുളം 717, മലപ്പുറം 709, കോഴിക്കോട് 656, തൃശൂർ 511, കോട്ടയം 497, പാലക്കാട് 343, പത്തനംതിട്ട 254, കണ്ണൂർ 251, വയനാട് 241, കൊല്ലം 212, ആലപ്പുഴ 194, തിരുവനന്തപുരം 181, ഇടുക്കി 57, കാസർഗോഡ് 52. സംസ്ഥാനത്ത് ഇന്നലെ 3 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 4 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. സംസ്ഥാനത്ത് ഇതോടെ ആകെ 440 ഹോട്ട്സ്പോട്ടുകൾ. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. 2021 ഏപ്രിൽ മുതൽ ശമ്പള ഘടനയിൽ മാറ്റം വന്നേക്കുമെന്ന് സൂചനകൾ. 2019 പുതിയ വേതന നിയമപ്രകാരം അലവൻസുകൾ മൊത്തം ശമ്പളത്തിന്റെ 50% കൂടാൻ പാടില്ലെന്ന് വ്യവസ്ഥയുണ്ട്. ഇതിന്റെ ഭാഗമായി തൊഴിലുടമകൾ അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കേണ്ടതായി വരും.
അതിന് ആനുപാതികമായി ഗ്രാറ്റുവിറ്റി പേയ്മെന്റും PF-ലേക്കുള്ള ജീവനക്കാരുടെ വിഹിതവും കൂടുകയും ചെയ്യും. തൽക്കാലത്തേക്ക് വരുമാനം കുറയുമെങ്കിലും വിരമിക്കൽ സമയത്ത് കൂടുതൽ തുക ജീവനക്കാർക്ക് ലഭിക്കാൻ ഇതിടയാക്കും. CBSE സ്കൂളുകളിലെ ഫീസ് നിർണയം പരിശോധിക്കാൻ സർക്കാർ സംവിധാനം വേണമെന്ന് ഹൈക്കോടതി. വിഷയത്തിൽ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഫീസ് നിർണയത്തിൽ ഇടപെടാനാകില്ലെന്ന CBSE നിലപാടിനോട് കോടതി അതൃപ്തി രേഖപ്പെടുത്തി. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ S. സീതാരാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12ഓടെ വീട്ടിൽ കുഴഞ്ഞുവീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൺട്രോത്തുരുത്തിലെ മണിലാലിന്റെ കൊലപാതകം രാഷ്ട്രീയപരമല്ലെന്ന് പോലീസ്. മണിലാലിനെ കൊലപ്പെടുത്തിയത് വ്യക്തിവൈരാഗ്യം കാരണമാണെന്ന് റിമാൻഡ് റിപ്പോർട്ടും FIR-ഉം പറയുന്നത്. പ്രതി അശോകനും മണിലാലും തമ്മിൽ തർക്കമുണ്ടായതായും റിപ്പോർട്ട് പറയുന്നു. കർണാടകത്തിൽ ഗോവധ നിരോധന ബിൽ നിയമസഭയിൽ പാസായി. ശബ്ദവോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. ഇനി ഉപരിസഭയിലും ബിൽ പാസായി ഗവർണർ ഒപ്പുവെച്ച് നിയമമാകുന്നതോടെ സംസ്ഥാനത്ത് പശു, കാള, പോത്ത് തുടങ്ങിയ കന്നുകാലികളെ കൊല്ലുന്നത് നിയമവിരുദ്ധമാകും. രാജ്യവ്യാപകമായി പബ്ലിക് വൈഫൈ നെറ്റ്വർക്കുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനം. രാജ്യത്തെ പൊതു വൈഫൈ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായാണ് ഈ നീക്കം. രാജ്യത്തുടനീളം പബ്ലിക് ഡാറ്റ ഓഫീസുകൾ വഴിയായിരിക്കും വൈഫൈ സേവനം എത്തിക്കുക. കേന്ദ്ര സർക്കാർ പുതിയതായി അവതരിപ്പിച്ച തൊഴിൽ പദ്ധതിയിൽ സബ്സിഡി നൽകാൻ 22,810 കോടി രൂപ അനുവദിച്ചു. ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന പദ്ധതിയിലാണ് തുക നൽകുക. EPFOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ പുതിയതായി ജോലി നൽകുന്നവരുടെ EPF വിഹിതം 2 വർഷം സർക്കാർ വഹിക്കുന്നതാണ് പദ്ധതി. 2020 ഒക്ടോബർ 1 മുതൽ 2021 ജൂൺ 30 വരെയുള്ള നിയമനങ്ങളാണ് ഇതിനായി പരിഗണിക്കുക. പുരസ്കാര സമർപ്പണ വേദിയിലെത്തിയ മുതിർന്ന ശാസ്ത്രജ്ഞൻ കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പുരസ്കാരം നിഷേധിച്ചു. കാർഷിക ശാസ്ത്രജ്ഞനും നിരവധി അവാർഡുകൾ നേടിയിട്ടുമുള്ള ഡോക്ടർ വരീന്ദർ പാൽ സിംഗാണ് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാതെ മടങ്ങിയത്. പശ്ചിമബംഗാളിൽ അസഹിഷ്ണുത വർദ്ധിച്ചുവരികയാണെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ. സംസ്ഥാന മുഖ്യമന്ത്രി മമതാ ബാനർജി അസഹിഷ്ണുതയുടെ പര്യായമായി മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസിൽ വമ്പൻ സ്രാവുകളെ വലയിലാക്കിയെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. മുംബൈയിലെ ഏറ്റവും വലിയ ലഹരിമരുന്ന് വിതരണക്കാരിലൊരാളായ റീഗൽ മഹാക്കലിനെയാണ് NCB സംഘം അറസ്റ്റ് ചെയ്തത്. തുടർന്ന് നടത്തിയ റെയ്ഡിൽ 3 കോടിയുടെ ലഹരിമരുന്നുകളും 13.5 ലക്ഷം രൂപയും NCB പിടിച്ചെടുത്തു. ഹോസ്പിറ്റാലിറ്റി കമ്പനിയായ OYO കൂടുതൽ ജീവനക്കാരെ പിരിച്ചുവിട്ടു. പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് സോഫ്റ്റ് ബാങ്കിന്റെ പിന്തുണയുള്ള സ്ഥാപനം 800ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടത്. റിനോവേഷൻ, ഓപ്പറേഷൻ വകുപ്പുകളിലെ ജീവനക്കാർക്കാണ് ജോലി നഷ്ടമായത്. നീ ഇതുവരെ നിന്റെ ബാർ മാറ്റിയില്ലേ? HL പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. ഇന്ത്യയിൽ ഇന്നലെ 26,309 കോവിഡ് രോഗികൾ. മരണം 337. ഇതോടെ ആകെ മരണം 1,41,735 ഇതുവരെ 97.62 ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 92.44 ലക്ഷം പേർ രോഗമുക്തി നേടി. രാജ്യത്ത് നിലവിൽ 3.73 ലക്ഷം രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 4,981 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 2,463 പേർക്കും പശ്ചിമബംഗാളിൽ 2,956 പേർക്കും ആന്ധ്രയിൽ 618 പേർക്കും തമിഴ്നാട്ടിൽ 1,232 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 6,04,565 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 1,93,538 പേർക്കും ബ്രസീലിൽ 54,203 പേർക്കും തുർക്കിയിൽ 31,712 പേർക്കും റഷ്യയിൽ 26,196 പേർക്കും ജർമ്മനിയിൽ 23,873 പേർക്കും രോഗം ബാധിച്ചു. 11,573 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 2,652 പേരും
ബ്രസീലിൽ 848 പേരും മെക്സിക്കോയിൽ 800 പേരും ജർമ്മനിയിൽ 543 പേരും ഇംഗ്ലണ്ടിൽ 533 പേരും റഷ്യയിൽ 559 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 6.91 കോടി കോവിഡ് രോഗികളും 15.74 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 103 രാജ്യങ്ങളിലെ പൌരന്മാർക്ക് വിസയില്ലാതെ ഒമാനിൽ പ്രവേശിക്കാം. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും ഒമാൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നടപടിക്രമങ്ങൾ എളുപ്പമാക്കാനും ലക്ഷ്യമിട്ടാണ് തീരുമാനം. വിസയില്ലാതെ 10 ദിവസം വരെ ഒമാനിൽ തങ്ങാമെന്ന് റോയൽ ഒമാൻ പോലീസ്. കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ വിവിധ ക്രമക്കേടുകൾക്കെതിരെ സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതിക്ക് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകൾക്കെതിരായ ഹർജികൾ പരിഗണിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് 2019 മാർച്ച് 14 ഇറക്കിയ ഉത്തരവ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തു. ഓസ്ട്രേലിയയ്ക്കെതിരായ 2020 പരമ്പരയിലെ 3ാം മത്സരത്തിൽ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് പിഴശിക്ഷ. മാച്ച് ഫീയുടെ 20% ടീമിന് പിഴ വിധിച്ചത്. അനുവദിച്ച സമയത്ത് ഇന്ത്യ 1 ഓവർ പൂർത്തിയാക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയുടെ ചിത്രം രാജ്യത്തെ കറൻസികളിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി അർജന്റീന പാർലമെന്റിൽ പ്രത്യേക ബിൽ. സെനറ്റർ നോർമ ഡുറാങ്കോയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഈ ആവശ്യം ഉന്നയിച്ച് പ്രത്യേക ബിൽ അവതരിപ്പിച്ചത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മുംബൈ സിറ്റി എഫ്സിക്ക് ജയം. ചെന്നൈയിൻ എഫ്സിയെ 1-2 ഗോളുകൾക്കാണ് മുംബൈ പരാജയപ്പെടുത്തിയത്. 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2 ഗോൾ തിരിച്ചടിച്ചാണ് മുംബൈ ജയിച്ചു കയറിയത്. മുംബൈയുടെ തുടർച്ചയായ 3ാം ജയമാണിത്. 5 മത്സരങ്ങളിൽ 4 ജയം സ്വന്തമാക്കിയ മുംബൈ 12 പോയിന്റുമായി 1ാം സ്ഥാനത്താണ്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.